കേൾക്കനീയെങ്കിൽ മൽപൂജാവിധാനത്തിനോർക്കിൽ അവസാനമില്ലെന്നറിക നീ. എങ്കിലും ചൊല്ലുവാനൊട്ടു സംക്ഷേപിച്ചു നിങ്കലുള്ളൊരു വാത്സല്യം മുഴുക്കയാൽ. തന്നൊടേ ഗൃഹ്യോക്തമാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോടു മന്ത്രം കേട്ടു സാദരമാചാര്യപൂർവമാരാധിക്കമാമിടു. ഹൃൽക്കമലത്തിങ്കലാകിലുമാം പുനരഗ്നി ഭഗവാങ്കലാകിലുമാമിടു. മുഖ്യപ്രതിമാദികളിലിന്നാകിലുമർക്കങ്കലാകിലുമപ്പിങ്കലാകിലും സ്തണ്ഡീലത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലു പുനരുത്തമമിത്രയും. വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാദരാൽ മൃല്ലീപനാദി വിധി വഴി കാലേ കുളിക്ക വേണം. ദേഹശുദ്ധയേ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധ്യർത്ഥമായി ചെയ്ക സങ്കല്പമാദി. ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്ക ശിലയാം. പ്രതിമാസു ശോഭനാർത്ഥം ചെയ്ക വേണം പ്രമാർജനം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിക നീ. മുഖ്യപ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറിക നീ. അഗ്നൗ യജിക്ക ഹവിസ്സുകൊണ്ടാദരാലർക്കനെ സ്തണ്ഡിലത്തിങ്കൽ എന്നാകിലോ. മുമ്പിലെ സർവപൂജാദ്രവ്യമായ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. ശ്രദ്ധയോടും കൂടി വാരി എന്നാകിലും ഭക്തനായുള്ളവൻ തന്നാലതിപ്രിയം. ഗന്ധ പുഷ്പാക്ഷത ഭക്ഷ്യഭോജാദികളെന്തു പിന്നെ പറയണമോ ഞാനിടോ. വസ്ത്രാജിനകൂശാദ്യങ്ങളാലസന ഉത്തമമായതു കൽപ്പിച്ചു കൊള്ളണം. ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്നാവിർമുദ ലിപിന്യാസം കഴിക്കണം. ചെയ്ക തത്വന്യാസവും കേശവാദീന ചെയ്ക മമ മൂർത്തി പഞ്ചരന്യാസവും. പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നുടെ മുമ്പിൽ മാമേകലേശം വെച്ചു ദക്ഷിണ ഗംഗേ കുസുമാദികളില്ലാ മക്ഷത ഭക്തൈവ സംഭരിച്ചിടണം. അർഘ്യപാദ്യപ്രധാനാർദ്ധമായും മധുപർക്കാർദ്ധമാ ചമനാർദ്ധമെന്നിങ്ങനെ പാത്രചതുഷ്ടയവും വെച്ചു കൊള്ളണം. പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കലം ജീവസംജ്ഞാ തടിദ്ദുജ്വലാം ഹൃൽകമലേ ദൃഢം ധ്യാനിച്ചു കൊള്ളണം. പിന്നെ സ്വദേഹമഖിലം ത്വയാ വ്യാപ്തമെന്നുറയ്ക്കേണമിളക്കവും കൂടാതെ. ആവാഹയിൽ പ്രതിമാദിഷു മൽക്കലാം ദേഹസ്വരൂപമായി ധ്യാനിക്ക കേവലം. പാദ്യവുമർഘ്യം തഥാ മധുപർക്കമിത്താദ്യേ പുനഃ സ്നാനവസ്ത്രവിഭൂഷണൈഃ. എത്രയുണ്ടുള്ളതുപചാരമെന്നാലേ അത്രയും കൊള്ളാമെനിക്കെന്നതേയുള്ളു. ആഗമോക്ത പ്രകാരേണ നീരാജനൈർ ധൂപദീപൈർനിവേദ്യർ ബഹുവിസ്തരൈ. ശ്രദ്ധയാ
നിത്യമായർച്ചിച്ചു കൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കുമറിക നീ. ഹോമമഗസ്ത്യോക്തമാർഗകുണ്ഠാനലേ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതെന്നിയേ. ഭക്ത്യാ പുരുഷസൂക്തം കൊണ്ടു മാമിടു ചിത്തതാരിങ്കൽ നിനയ്ക്ക കുമാരനീ. ഔപാസനാഗ്നൗ ചരുണാഹവിഷാദ സോപാദിനാ ചെയ്ക ഹോമം മഹാമതീ. തപ്തജാംബൂനദപ്രഘ്യം മഹാപ്രഭം ദീപ്താഭരണവിഭൂഷിതം കേവലം മാമേവ വഗ്നിമധ്യസ്ഥിതം ധ്യാനിക്ക ഹോമകാലേ ഹൃദി ഭക്ത്യാ ബുധോത്തമൻ. പാരിഷദാനം ബലിദാനവും ചെയ്തു ഹോമശേഷത്തെ സമാപയ മന്ത്രവിൽ ഭക്ത്യാ ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി. വക്ത്രവാസം നാഗവല്ലീദലാദിയും ദത്വാ മദഗ്രേ മഹൽ പ്രീതിപൂർവകം. നൃത്തഗീതസ്തുതി പാഠാദിയും ചെയ്തു പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ ചേതസീ മാമുറപ്പിച്ചു വിനീതനായി മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാങ്കേ നിദായാനന്ദപൂർവകം. രക്ഷമാം ഘോരസംസാരാതിഥി മുഹുരുത്വാ നമസ്കാരവും ചെയ്തനന്തരം ഉദ്വസിപ്പിച്ചുടൻ പ്രത്യുങ്മഹസിംഗലിദ്ധം ദിനമനുപൂജിക്കമത്സഖേ. ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുതാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാശേ മമ സാരൂപ്യവും വരും മൈഹിക സൗഖ്യങ്ങളെന്തു ചൊല്ലേണമോ. യുദ്ധം മയോക്തം ക്രിയായോഗമുത്തമം ഭക്ത്യാ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യിലോ. നിത്യ പൂജാഫലമുണ്ടവനിന്നതും ഭക്തപ്രിയനരുൾ ചെയ്താനനുതേ അതുനേരം. ശേഷാംശജാതനാം ലക്ഷ്മണൻ തന്നോട് അശേഷമിതമരുൾ ചെയ്തോരനന്തരം. മായാമയനായ നാരായണൻ പരൻ മായാമവലംബ്യ ദുഃഖം തുടങ്ങിനാൻ. ഹാ ജനകാത്മജേ സീതേ മനോഹരേ, ഹാ ജനമോഹിനേ നാഥേ മമ പ്രിയേ. ഏവമാദി പ്രലാപം ചെയ്തു നിദ്രയും ദേവദേവന്നു വരാതി ചമഞ്ഞിതു. സൗമിത്രി തന്നുടെ വാക്യാമൃതം കൊണ്ടു സൗമുഖ്യമോടുമുറവും ചില നേരം